ദോഷം ചെയ്യുക എന്നത് തഹജ്ജുദ് തടയപ്പെടാനുള്ള കാരണമാണ്. അതുകൊണ്ട് ദോഷമുക്തമായി ജീവിക്കുക എന്നത് ഇതിൻ്റെ വലിയൊരു സംഗതിയാണ്. പിന്നെ ഇതിന് തൗഫീഖ് കിട്ടാനുള്ള മറ്റൊരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റൊന്ന്, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒന്ന് ഒളു ചെയ്താൽ ഈ തഹജ്ജുദിന് തൗഫീഖ് കിട്ടും. മുഖം വെള്ളം നനക്കുക എന്ന് വേറൊരു ശാസ്ത്രീയമായ ഒരു കണ്ടെത്തലുണ്ട്. വളരെ പ്രയാസപ്പെടുന്ന ജോലികൾ ചെയ്യാതിരിക്കുക എന്നതും ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം രാത്രി നിന്ന് നിസ്കരിച്ചാലുള്ള ഫളലുകളെ നമ്മൾ ആവാഹിക്കുക എന്നതാണ്. അത് കൂടുതൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുക. തഹജ്ജുദ് നിസ്കരിച്ചാൽ ഉണ്ടാകുന്ന ഫളലുകൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഹദീസുകളിലുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് വരിക. ആദ്യം കുറച്ചൊരു പ്രയാസം തോന്നും. ഇതിൻ്റെ ടെക്നിക്ക് തന്നെ പറയുന്നത് ആദ്യം വിളിക്കാൻ ആളെ ഏൽപ്പിക്കണം. വിളിക്കാൻ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ മധുരം കയറിക്കഴിഞ്ഞാൽ